ഹായ് സ്റ്റുഡൻസ്, നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെലക്ഷൻ പ്രോസസ്സിലെ അടുത്ത സ്റ്റെപ്പാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, നമ്മൾ ആദ്യത്തെ 4 സ്റ്റെപ്പുകൾ പഠിച്ചു കഴിഞ്ഞു. റിസീപ്റ്റ് ആൻഡ് സ്ക്രൂട്ടിനി ഓഫ് ആപ്ലിക്കേഷൻ, പ്രിലിമിനറി ഇൻ്റർവ്യൂ, ബ്ലാങ്ക് ആപ്ലിക്കേഷൻ ഫോം ആൻഡ് ടെസ്റ്റ്. അതിൽ വരുന്ന അടുത്ത 5ാമത്തെ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെലക്ഷൻ പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന 4 കടമ്പകൾ, 4 സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് സക്സസ്ഫുള്ളായിട്ട് വരുന്ന ആളെ മാത്രം നമ്മൾ എന്തിലേക്ക് വിടുകയുള്ളൂ? ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നമ്മൾ വിടുകയുള്ളൂ. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം. നമുക്ക് അറിയാവുന്ന ടൈം തന്നെയാണെങ്കിൽ നമുക്ക് ഓരോ മീനിങ് വെച്ച് നമുക്ക് നോക്കാം. ഫയൽഡ് ആപ്ലിക്കേഷൻ ഫോം ടെസ്റ്റ് ഗിവ് ഇൻഫർമേഷൻ അബൌട്ട് കാൻഡിഡേറ്റ്സ്. നമ്മുടെ ആപ്ലിക്കേഷൻ ഫോമിലും അതുപോലെ തന്നെ നമ്മൾ ടെസ്റ്റൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു കാൻഡിഡേറ്റിനെ കുറിച്ചുള്ള ഫുൾ ലെങ്ത് ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിയും അല്ലേ? അവരെങ്ങനെയാണ്, ഫിറ്റാണോ, അവരുടെ ഇമോഷണൽ എബിലിറ്റി, മെൻ്റൽ എബിലിറ്റി, ഇൻ്റലിജൻസ് ലെവലൊക്കെ നമുക്ക് കിട്ടിക്കഴിയും അല്ലേ? അതിലൊന്നും നമുക്ക് വേറെ ഡൗട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ബട്ട് ദിസ് ഇൻഫർമേഷൻ ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ഫോർ ഫൈനൽ സെലക്ഷൻ. പക്ഷേ ഈ ഇൻഫർമേഷൻ മാത്രം മതിയില്ല നമുക്ക് എന്ത് ഫൈനൽ സെലക്ഷൻ നടത്താൻ വേണ്ടിയിട്ട്, ആണോ? അല്ല. ദ മാനേജ്മെൻറ്റ് വാണ്ട് ടു നോ കാൻഡിഡേറ്റ്സ് പേഴ്സണാലിറ്റി, മാനേഴ്സ്, അലറിനെസ്, ജനറൽ ട്രേറ്റ്സ്, പേഴ്സൺസ് ഓഫ് മൈൻഡ്, ഗഡ്സ്, എക്സെട്രാസ്. നമുക്ക് അവരുടെ ഈ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പോരാ, അവരുടെ പേഴ്സണാലിറ്റി ക്യാരക്ടേഴ്സ്, അവരുടെ മാനേഴ്സ്, അവരുടെ പേഴ്സൺസ് ഓഫ് മൈൻഡ്, അവരുടെ ഗഡ്സ്, ഈ കാര്യങ്ങളൊക്കെ ആർക്കറിയണം? നമ്മുടെ മാനേജ്മെൻറ്റ് അറിയണം. ഓക്കെ, ഫോർ ദിസ് പേർപ്പസ് ഇൻ്റർവ്യൂ ഈസ് കണ്ടക്റ്റഡ്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായിട്ട് നേരിട്ട് അറിയാൻ വേണ്ടി ഡയറക്റ്റ്ലി നമ്മൾ അവർ ഇൻറ്ററാക്ട് ചെയ്തിട്ട് അവരുടെ എന്താണ് എബിലിറ്റി എന്താണെന്ന കാര്യം ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ സ്റ്റെപ്പാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ സിമ്പിളായിട്ട് പറയും ഇൻ്റർവ്യൂ ഈസ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ആപ്ലിക്കൻസ്. എംപ്ലോയറും ആപ്ലിക്കൻസും തമ്മിലുള്ള ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷനാണ് എന്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കറിയാം നമ്മളൊക്കെ ഇൻ്റർവ്യൂ കണ്ട ആൾക്കാരാണ്. ചിലപ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്തവരാക്കാം. ഇനി നിങ്ങൾ ലൈഫിൽ എന്തായാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ഇൻ്റർവ്യൂ. നിങ്ങൾ എങ്ങനെയാണെങ്കിലും നിങ്ങളൊരു ഇൻ്റർവ്യൂ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കും. നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും നിങ്ങൾ ജോലിക്ക് ശ്രമിക്കും, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നിങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ എന്താണ് ഈസ് എ ഫേസ് ടു ഫേസ് ടോക്ക് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് ആപ്ലിക്കൻസ്. ഇനി സ്കോഡ് ഇതിനുള്ള ഡെഫിനേഷൻ ഉണ്ട്. ഇൻ്റർവ്യൂ ഈസ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ആൻസറിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്. എന്താണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്? എന്താണ്? ഇറ്റ്സ് എ പവർഫുൾ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്. എന്താണ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആൻസറിങ് ദ ക്വസ്റ്റ്യൻസ്, നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അത് ആൻസർ ചെയ്യുന്നു, ആൻസർ ഷെയർ ചെയ്യുക. കമ്മ്യൂണിക്കേറ്റിംഗ് ബിറ്റ്വീൻ 2 or more പേഴ്സൺസ്, 2 അതിലധികമോ പേഴ്സൺ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനും. ഓക്കെ, ഇതാണ് ശരിക്കും എന്ത് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് എന്നാണ് സ്കോട്ട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? നമ്മുടെ മനസ്സിലൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് അറിയാം അല്ലേ? കുറച്ച് ആൾക്കാർ ഇരിക്കുന്നു, അതിൻ്റെ ആപ്ലിക്കൻസ് അവിടെ മുമ്പിൽ പോയിരിക്കുന്നു, അവർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ആപ്ലിക്കൻസ് ആൻസർ ചെയ്യുന്നു അല്ലേ? ഇതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ഇൻ്റർവ്യൂ സെഷൻ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇൻ്റർവ്യൂ. പക്ഷേ അതിൽ പല രീതിയിലുള്ള പല രീതിയിലും ഡിഫറൻസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന കാര്യം നമുക്കിനി നോക്കാം. ഓക്കെ, നമ്മളിനി നോക്കാൻ പോകുന്നത് എന്താണ്? ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ്റർവ്യൂ ആണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂ എന്നുള്ള കാര്യം ജസ്റ്റ് നമുക്കറിയാം, ഫേസ് ടു ഫേസ് ടോക്കാണ്. പക്ഷേ നമ്മുടെ കമ്പനിയിൽ ഡിഫറെൻറ്റ് രീതിയിലുള്ള ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ഉദ്ദേശം ഓരോന്നും ഡിഫറെൻ്റ് ആയിരിക്കാം. അതുകൊണ്ട് നമ്മളെ കമ്പനീസിൽ ഏതാണ്ട് 11 കാറ്റഗറി ഉള്ള ഇൻ്റർവ്യൂസ് യൂഷ്വലി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം നോക്കാം. അത്ര ഡിഫറൻസ് ഒന്നുമില്ല, ചെറിയ ഡിഫറൻസ് ഉള്ളൂ. ഓരോന്നും തമ്മിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ. അത് തന്നെ നമുക്കതിൻ്റെ ടേമിൽ നിന്ന് മാത്രം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു ടൈപ്പാണ്. ഈസിയാണ്. നമുക്ക് ജസ്റ്റ് നോക്കാം. ചെറിയ ഡിഫറൻസുകളാണ് ഓരോന്നും നമ്മളുള്ളത്. ഓക്കെ, ഒന്ന് ഫോർമൽ ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, ഫോർമൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആ ടേം തന്നെ ഉണ്ടല്ലേ, ഫോർമൽ ഇൻ്റർവ്യൂ. നമ്മളെന്താണ് ഒരു ഫോർമൽ അറ്റ്മോസ്ഫിയറിൽ ഫോർമലായിട്ട് നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആയിരിക്കും. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും? നമ്മുടെ ആപ്ലിക്കൻസിനോട് നമ്മൾ പറയും ഈ ദിവസമായിരിക്കും ഇൻ്റർവ്യൂ നടക്കുക, ഈ ടൈമാണ് ഇൻ്റർവ്യൂ നടക്കുക, ഈ പ്ലേസിലാണ് നിങ്ങൾ അവിടെ വരിക എന്ന് പറയും. ഓക്കെ, സോ നമ്മൾ കാൻഡിഡേറ്റ്സിനെ ഇൻഫോംഡ് അബൌട്ട് ഇൻ്റർവ്യൂ ഇൻ അഡ്വാൻസ് നമ്മൾ മുൻകൂട്ടി വരെ അറിയിക്കുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് ഇൻ ചാമ്പർ ഓഫ് ജനറൽ മാനേജറോ പേഴ്സണൽ മാനേജർ. ആരാണ് കണ്ടക്ട് ചെയ്യുക? ജനറൽ മാനേജറോ അല്ലെങ്കിൽ പേഴ്സണൽ മാനേജറോ ആയിരിക്കും ഇത് കണ്ടക്ട് ചെയ്യുക. വളരെ ഫോർമലായിട്ട് നമ്മൾ സാധാരണ നടത്തുന്ന ഒരു ഫോർമൽ ഇൻ്റർവ്യൂ. ഓക്കെ, സോ ദ കാൻഡിഡേറ്റ്സ് വിൽ ഗെറ്റ് സഫീഷ്യൻറ്റ് ടൈം ടു പ്രിപ്പയർ ഫോർ ഇൻ്റർവ്യൂ. നമ്മളങ്ങനെ മുൻകൂട്ടി അറിയിക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ നടത്തി വരുന്ന ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഫോർമൽ ഇൻ്റർവ്യൂ ആണ്. നിങ്ങൾ ആപ്ലിക്കേഷൻ തരുന്നു, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, നിങ്ങളോട് പറയും അടുത്ത ആഴ്ച ഈ ദിവസം ഈ സമയത്ത് ഇൻ്റർവ്യൂ ഉണ്ട്, നിങ്ങൾ അറ്റൻഡ് ചെയ്യണമെന്ന് പറയും.
അപ്പം നമ്മുടെ ചേംബർ, നമ്മുടെ മാനേജറും ഉണ്ടാവും, അതുപോലെ തന്നെ പേഴ്സണൽ മാനേജറും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. നിങ്ങൾ അവരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരു ഫോമൽ ഇൻ്റർവ്യൂ. അതാണ് ബേസിക് നമ്മളെ മനസ്സിലുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്, അല്ലേ? ഇനി ഇൻഫോമൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻഫോമൽ ഇൻ്റർവ്യൂ എന്തായിരിക്കും വ്യത്യാസം? ഇൻഫോമൽ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് കണ്ടക്റ്റഡ് അറ്റ് എനി പ്ലേസ്. എന്താണ് ഇതിന് കൃത്യമായി നമ്മൾ മുൻകൂട്ടി ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ മുൻകൂട്ടി ഇങ്ങനെയാണെന്ന് കൃത്യമായി പറയുന്നില്ല. എന്താണ് എനി പ്ലേസ് എവിടെ നമ്മൾ നടത്താം. അതുപോലെ തന്നെ ദർ ഇസ് നോ ഫോമൽ പ്ലേസ്. എന്താണ് ഇറ്റ് ഈസ് നോട്ട് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നില്ല, പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ഡിസൈഡ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. നിങ്ങളോട് പെട്ടെന്ന് പറയും, നിങ്ങൾ വന്ന് അറ്റൻഡ് ചെയ്യുക. എന്താണ് അതിന് കൃത്യമായിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഇൻഫോമൽ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചർ ഉണ്ടാവില്ല, ഒരു പാറ്റേൺ ഉണ്ടാവില്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു ഫോമൽ ഫീലിംഗ് ഉണ്ടാവില്ല. ഇൻഫോമൽ ടോക്ക് ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ വരിക, നിങ്ങളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കുക, അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇതൊന്നും സാധാരണ നടത്തി വരാറൊന്നുമില്ല, എങ്കിലും നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പിന്നെ അടുത്താണ് പാറ്റേൺഡ് ഇൻ്റർവ്യൂ. എന്തായിരിക്കും പാറ്റേൺ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ? പാറ്റേൺ ഒരു പാറ്റേൺ ഉണ്ടാവും, ഒരു സ്ട്രക്ചർ ഉണ്ടാവും ഇന്ന് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുമ്പോൾ. വളരെ കൃത്യമായിട്ടുള്ളൊരു സ്ട്രക്ചർ ഉണ്ടാവും നമ്മുടെ ഇൻ്റർവ്യൂക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ പാറ്റേൺ ഇൻ്റർവ്യൂ എന്തുകൂടി പറയുന്നുണ്ട്? സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നുണ്ട്. എന്താണ് പാറ്റേൺ ഇൻ്റർവ്യൂ? നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ഇൻ്റർവ്യൂ എന്നും കൂടി നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, എന്താണ് നോക്കാം. ദിസ് ഇൻ്റർവ്യൂ ഈസ് പ്ലാൻഡ് സിസ്റ്റമാറ്റിക്കലി. സിസ്റ്റമാറ്റിക്കലി നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മൾ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് പാറ്റേൺ ഇൻ്റർവ്യൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഉണ്ടാവും, പാറ്റേൺ ഉണ്ടാവും, എങ്ങനെ നടത്തണം. വേരിയസ് ആസ്പെക്റ്റ് ഓഫ് ഇൻ്റർവ്യൂ ആർ ഡിസൈഡഡ് ഇൻ അഡ്വാൻസ്. എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് മുൻകൂടി നമ്മൾ തീരുമാനിക്കും. എന്തൊക്കെയായിരിക്കും? ടൈം ടു ബി ടേക്കൺ ഫോർ ഈച്ച് കാൻഡിഡേറ്റ്സ്. നമ്മൾ ജസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ ടൈം എത്രയാണ്, പ്ലേസ് എത്രയാണെന്ന് മാത്രം നോക്കില്ല ചെയ്യുക. ഓരോ കാൻഡിഡേറ്റ്സിനും എത്ര ടൈം നമ്മൾ കൊടുക്കണം, അവരായത് എത്ര ടൈം നമ്മൾ ഇൻട്രാക്ട് ചെയ്യണം. ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ കളക്ടഡ് ഫ്രം ഈച്ച് കാൻഡിഡേറ്റ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് നമ്മൾ ചോദിക്കണം, കളക്ട് ചെയ്യണം, ഏതൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളെയും പാറ്റേൺ കൃത്യമായിട്ട് നമ്മൾ തീരുമാനിക്കും. നമ്മൾ അവരായിട്ട് വേറെ എന്തെങ്കിലും ഇൻട്രാക്ട് ചെയ്യണോ, അവരെ കൊണ്ട് എന്തെങ്കിലും നമ്മൾ ഡെമോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കണോ, അവർക്ക് എന്തെങ്കിലും സിറ്റുവേഷൻ കൊടുത്തിട്ട് അവരെ എന്തെങ്കിലും എങ്ങനെ രീതിയിൽ ഡീൽ ചെയ്യണോ, അങ്ങനെയുള്ള എല്ലാ കാര്യം നമ്മൾ ആ ഒരു ഇൻ്റർവ്യൂ സെഷനിൽ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അതെല്ലാം എല്ലാ പാറ്റേണും നമ്മൾ തീരുമാനിച്ച് വെച്ചിട്ട് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് പാറ്റേൺ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂ. ഇറ്റ് ഈസ് നോട്ട് എ പ്ലാൻഡ് ഇൻ്റർവ്യൂ. നമ്മൾ പറഞ്ഞിട്ടുള്ള ഇൻഫോമൽ ഇൻ്റർവ്യൂ പോലെ തന്നെ പ്ലാൻഡ് ഇൻ്റർവ്യൂ അല്ല. ഓക്കെ, ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആർ നോട്ട് ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂവേഴ്സ്. എന്താണ് നോൺ ഡയറക്റ്റ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ? എന്താണ് ഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കില്ല എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഇൻഡയറക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ദ കാൻഡിഡേറ്റ്സ് ആർ ആസ്ക്ഡ് ടു എക്സ്പ്രസ് ദെയർ വ്യൂസ് ഓൺ ജനറൽ ടോപ്പിക്. നിങ്ങളുടെ ഡയറക്റ്റീവ് നിങ്ങളെ നോളജ്, ഇപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പഠിക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടൻ്റായി പോകുന്ന സമയത്ത് നിങ്ങളോട് എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താണ് അക്കൗണ്ടിങ്, എന്താണ് ഡെബിറ്റ്, എന്താണ് ക്രെഡിറ്റ് എന്ന് ഡയറക്റ്റായിട്ട് ചോദിക്കുകയാണ് സാധാരണ ചെയ്യുക. പക്ഷേ നോൺ ഡയറക്റ്റിൽ അങ്ങനെയല്ല ചോദിക്കുക. എന്താണ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയി ചോദിക്കുക. ഇൻഡയറക്റ്റ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ആണ് അവർക്ക് വേണ്ടത്. ഓൾറെഡി പഠിച്ചിട്ടുള്ള നമ്മൾ ഈ ഡെഫിനിഷൻസിനോ കാര്യങ്ങളോ ഒന്നുമില്ല വേണ്ടത്. ഇപ്പോൾ HR മാനേജർ അപ്പോയിൻ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എഡ്വിൻ ബി ഫ്ലിപ്പോൻ്റെ ഡെഫിനേഷൻ ഉണ്ട് എന്നുള്ള അതല്ല നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. നോൺ ഡയറക്റ്റീവ് ഇൻ്റർവ്യൂവിൽ എന്താണ് നിങ്ങളുടെ വ്യൂ പോയിൻറ്റ്സ് ആണ് നിങ്ങൾ ഷെയർ ചെയ്യേണ്ടത്. ഓക്കെ, എക്സ്പ്രസ് ദെയർ ഓൺ വ്യൂസ് ഓൺ ജനറൽ ടോപ്പിക്. നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും. എങ്ങനെയാണ് ഈ എക്കണോമിയുടെ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കാര്യം ചോദിക്കും. നിങ്ങളുടെ വ്യൂ പോയിന്റ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യണം. നിങ്ങളുടെ ഫീലിങ്സ്. ഇറ്റ് എയിംസ് ടു ഫൈൻഡ് ഔട്ട് ഫീലിങ്സ്, ഡിസയേഴ്സ്, പ്രോബ്ലം ഓഫ് കാൻഡിഡേറ്റ്. എന്തിനാണ് നടത്തുന്നത്? നിങ്ങളുടെ ഫീലിങ്സ് എങ്ങനെയാണ്, നിങ്ങളുടെ ഡിസയേഴ്സ് എന്തൊക്കെയാണ്, നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് നടത്തുന്നത്? നോൺ ഡയറക്റ്റ് ഇൻ്റർവ്യൂ നടത്തുന്നത്. ഇത് നമ്മൾ യൂഷ്വലി നടത്തുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, പിന്നെ അടുത്തത് ഡെപ്ത് ഇൻ്റർവ്യൂ ആണ്. ഡെപ്ത് ഇൻ്റർവ്യൂ എന്താണ്? അത് നമുക്ക് ടൈം തന്നെ ഡെപ്ത്. നിങ്ങളുടെ ഡെപ്ത് നോളജ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഇൻ്റർവ്യൂ ആണ്. ഇറ്റ് മെയിൻലി കണ്ടക്റ്റഡ് ടു നോ ഇൻ ഡെപ്ത് നോളജ് ഓഫ് കാൻഡിഡേറ്റ്സ് ഇൻ പർട്ടിക്കുലർ സബ്ജക്റ്റ്. നിങ്ങൾ അക്കൗണ്ടൻ്റായി പോകുമ്പോൾ നിങ്ങൾ പറയും ഞാൻ BCom ഹോൾഡേഴ്സ് ആണ് എന്ന് നിങ്ങൾ പറയില്ലേ. അവർ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പാസ്സായ ആൾക്കാരായിരിക്കും ചിലപ്പം BCom ഹോൾഡേഴ്സ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. പക്ഷേ എംപ്ലോയർക്ക് എന്ത് വേണം? നിങ്ങളുടെ നോളജ് കൃത്യമായിട്ട് വേണം. നിങ്ങൾ ഡെബിറ്റും ക്രെഡിറ്റും തട്ടിമുട്ടി എഴുതി പാസ്സായിട്ട് ഒരാളെ അവർക്ക് കിട്ടിയിട്ടൊരു കാര്യമില്ല. ഉണ്ടോ? ഇല്ല. അവർക്ക് കൃത്യമായിട്ട് അറിയുന്ന ഒരാളെ തന്നെ വേണം, അല്ലേ? അപ്പം നിങ്ങളുടെ ഇൻഡെപ്ത് നോളജ് അളക്കണം. ഇതാണ് നിങ്ങളൊക്കെ ഫേസ് ചെയ്യാൻ പോകുന്ന ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത്. ഈ ഇൻഡെപ്ത് നോളജ് കളക്കുന്ന സമയത്ത് നമുക്കൊന്നും പറയാൻ കിട്ടില്ല. ഓക്കെ, ആൻഡ് ദ ക്വസ്റ്റ്യൻസ് ആർ സെലക്റ്റഡ് ബൈ ഇൻ്റർവ്യൂ ബോർഡ് ഇൻ അഡ്വാൻസ്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന കാര്യം നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. ദീസ് ക്വസ്റ്റ്യൻസ് ആർ ആസ്ക്ഡ് കാൻഡിഡേറ്റ് അറ്റ് ദ ടൈം ഓഫ് ഇൻ്റർവ്യൂ. ആ ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അവരോട് കൃത്യമായിട്ട് ചോദിക്കുന്നു. അവരുടെ ഇൻ ഡെപ്ത് നോളജ് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. ഓക്കെ,
നെക്സ്റ്റാണ് സ്ട്രെസ് ഇൻ്റർവ്യൂ. ഇത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ. എന്താണ് സ്ട്രെസ് ഇൻ്റർവ്യൂ? നിങ്ങളെ സ്ട്രെസ് ചെയ്യിപ്പിക്കുകയാണ്. അതായത് നിങ്ങളുടെ ഇമോഷണൽ ക്യാപ്പബിലിറ്റി എത്രയുണ്ട് എന്നുള്ളത്, ഇമോഷണൽ ബാലൻസ് ഉണ്ടെന്നുള്ള അളക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അതായത് ദിസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് കണ്ടക്റ്റഡ് ടു നോ കാൻഡിഡേറ്റ്സ് ബിഹേവ് ഇൻ പർട്ടിക്കുലർ സിറ്റുവേഷൻ. നിങ്ങളൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ദ മെമ്പേഴ്സ് ഓഫ് ഇൻ്റർവ്യൂ ബോർഡ് പർപ്പസ്ഫുള്ളി ആൻഡ് നോവിംഗ്ലി ക്രിയേറ്റ് സിറ്റുവേഷൻ ദാറ്റ് മോട്ടിവേറ്റ് ദ കാൻഡിഡേറ്റ് ടു റിയാക്ട്. അതായത് നിങ്ങൾ ഈ ഒരു സ്ട്രെസ് ഇൻ്റർവ്യൂ നല്ല രസമാണ് കാണാൻ. അതായത് നിങ്ങൾ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് സമയത്ത് നിങ്ങളെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും നമ്മളോട് പറയും. നിങ്ങളെ പർപ്പസ്ഫുള്ളി നിങ്ങളെ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്ന, നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതിനുള്ള കുറേ കാര്യങ്ങൾ കമൻ്റൊക്കെ ആരടിക്കും, ഈ ഇൻ്റർവ്യൂ പറയും, നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ പറയും. അപ്പോൾ നിങ്ങളെങ്ങനെ സ്ട്രെസ് ചെയ്യിപ്പിക്കും, നിങ്ങളെ പ്രതികരിക്കാൻ വേണ്ടി, നിങ്ങൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കും. അവിടെ ആരാണോ പിടിച്ച് നിൽക്കുന്നത്, എങ്ങനെ അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടത്തുന്നത്. നല്ല രസമാണ് ഈ ഇൻ്റർവ്യൂസൊക്കെ കാണുന്ന സമയം. നമ്മുടെ ഈ മാനേജ്മെൻറ്റ് ഫസ്റ്റിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വലി കാണാവുന്ന ഒരു പരിപാടിയാണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. വളരെ രസമാണ്. നിങ്ങൾ അത്രയ്ക്ക് നിങ്ങൾ ഇൻസൾട്ട് ചെയ്തിട്ടായിരിക്കും സംസാരിക്കുക. ഒരു ഫോർമൽ രീതിയിലായിരിക്കും ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾ ഫുൾ ഇൻസൾട്ടിങ് ആയിരിക്കും നിങ്ങളെ. പക്ഷേ നിങ്ങളത് എങ്ങനെയെങ്കിലും അത് കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളത് സക്സസ് ചെയ്യണം. ഇങ്ങനെ നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് സ്ട്രെസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് ഇൻ്റർവ്യൂ ഉണ്ട്. ഗ്രൂപ്പ് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, നിങ്ങളുടെ കാൻഡിഡേറ്റ്സിനെ ഒരു ഗ്രൂപ്പായി തിരിക്കുന്നു. എന്നിട്ട് ഗ്രൂപ്പിനായി നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. ഓരോ ഗ്രൂപ്പിനും ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടോപ്പിക് അവർക്ക് കൊടുക്കും. അപ്പോൾ ആ ഒരു ഗ്രൂപ്പ് എന്ത് ചെയ്യണം, അത് ടോപ്പിക്ക് പഠിക്കുക. ഓക്കെ, നിങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇൻ്റർവ്യൂവർ എല്ലാവരെയും നിങ്ങൾ എന്ത് ചെയ്യും, കൃത്യമായിട്ട് നിരീക്ഷിക്കും. ആരാണത് ലീഡ് ചെയ്യുന്നത്, വോ ആർ ലീഡിങ് ഇൻ ദിസ് ഡിസ്കഷൻ, ആരാണ് ലീഡ് ചെയ്യുന്നത്, ഹൗ ഈച്ച് കാൻഡിഡേറ്റ് ഈസ് പ്രസൻറ്റിങ് ഹിസ് തോട്ട്, ആരൊക്കെ നിങ്ങളുടെ വ്യൂ പോയിൻ്റ് ഷെയർ ചെയ്യുന്നുണ്ട്, ആൻഡ് വൺ വേ റിയാക്ട്, ആരൊക്കെ ഇത് റിയാക്ട് ചെയ്യുന്നുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. ഓരോ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസിനെ നമ്മൾ അനലൈസ് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അടുത്തത് ബോർഡ് ഇൻ്റർവ്യൂ ആണ്. എന്തായിരിക്കും ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്? ബോർഡ് എന്തായിരിക്കും, നമ്മൾ സാധാരണ കണ്ടുവരുന്നത് ഒരു പാനൽ ഓഫ് ബോർഡ് ആയിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. ഓക്കെ, ഗ്രൂപ്പ് ഇൻ്റർവ്യൂവിന് നേരെ ഓപ്പോസിറ്റാണ്. ദർ ഇസ് എ പാനൽ ഓഫ് ഇൻ്റർവ്യൂവർ കൺസിസ്റ്റ് എക്സ്പേർട്സ് ഇൻ ഡിഫറെൻറ്റ് ഫീൽഡ്സിലുള്ള എക്സ്പേർട്സ് ഉണ്ടാവും. ഒരു പാനൽ ഉണ്ടാവും, ഒരു ബോർഡ് ഉണ്ടാവും. ആ ബോർഡായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുക. ഇപ്പം നിങ്ങളൊക്കെ നമ്മൾ ടീച്ചിങ്, ഇപ്പം നിങ്ങൾ കോളേജിൽ പ്രൊഫസറായിട്ട് കയറാൻ വേണ്ടി നിങ്ങൾ നോക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ പോകുന്ന സമയത്ത് ഓരോ ടോപ്പിക്കിലും എക്സ്പേർട്ടുള്ള ആൾക്കാരുണ്ടാവും. ഇപ്പോൾ HRMൽ എക്സ്പേർട്ട് ഒരാളുണ്ടാവും, അക്കൗണ്ടിങ്ങിൽ എക്സ്പേർട്ടുള്ള ഒരാളുണ്ടാവും, അതുപോലെ തന്നെ മാത്സിൽ എക്സ്പേർട്ടുള്ള ഒരാളുണ്ടാവും, ഓക്കെ, ലോയിൽ എക്സ്പേർട്ടുള്ള ഒരാളുണ്ടാവും. അങ്ങനെ ഓരോ കാറ്റഗറിയിൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകളാണ്, അങ്ങനെ ഓരോ സബ്ജക്റ്റിൽ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവർ നമ്മളോട് ഇങ്ങനെ ഫയർ ചെയ്യും, നമ്മളെ ക്വസ്റ്റ്യൻ ചോദിക്കും. ആ ബോർഡാണ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ റിയാക്ട് ചെയ്യുന്നു, നമ്മുടെ നോളജ് ചെക്ക് ചെയ്യുന്നു, അവർ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ പാനലും ഓരോ ജഡ്ജും നമ്മളെ റേറ്റ് ചെയ്യുന്നു. ഓരോരുത്തർ അതിൻ്റെ ടോട്ടൽ റേറ്റിംഗ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ഇതാണ് ബോർഡ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഈ വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്ന സാധനം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ള ടൈമാണ് വാക്ക് ഇൻ ഇൻ്റർവ്യൂ. നിങ്ങൾ പത്രത്തിലൊക്കെ യൂഷ്വലി കാണും വാക്ക് ഇൻ ഇൻ്റർവ്യൂ. ദർ വിൽ ബി നോ ഫോമൽ ആപ്ലിക്കേഷൻ. സാധാരണ ഗതിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ആപ്ലിക്കേഷൻ കൊടുക്കണം, അല്ലേ? പക്ഷേ വാക്ക് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നേരിട്ടിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. നമ്മൾ മുൻകൂട്ടി ആപ്ലിക്കേഷൻ കൊടുക്കണം, നമ്മൾ നേരിട്ടിട്ട് എന്ത് ചെയ്യണം, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പോകുന്നത് നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് പോവുകയാണ്. വാക്ക് ഇൻ ഇൻ്റർവ്യൂ, നേരെ വരിക, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, പോവുക. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ, വേക്കൻസീസ് ആർ അഡ്വർടൈസ് ഇൻ ത്രൂ ന്യൂസ് പേപ്പേഴ്സ്. നിങ്ങൾ പത്രത്തിൽ കണ്ടിട്ടുണ്ടാവും വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനീസിനൊക്കെ പരസ്യം ഉണ്ടാവും. എന്താണ് അവിടെ നമ്മൾ മുൻകൂട്ടി ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട, അവർ പറയും ഒരു ഫിക്സഡ് ഡേറ്റ്. ഇൻ്റർവ്യൂസ് കണ്ടക്ട് ഇൻ പ്ലേസ് മെൻഷൻ ആൻഡ് പ്ലേസ് ഉണ്ട്, അവിടെ പറയുന്ന സ്ഥലത്ത് സമയത്ത് നടത്തും. അപ്പോൾ നിങ്ങൾ നേരെ പോവുക, നിങ്ങളുടെ CV-യും റെസ്യൂം എടുത്ത് നിങ്ങൾ പോവുക, നേരെ അറ്റൻഡ് ചെയ്യുക, പോരുക. ഇതാണ് പരിപാടി. ഇതിനു മുമ്പ് വേറെ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ആപ്ലിക്കേഷൻ കൊടുക്കലോ നമ്മൾ അത് സ്ക്രൂട്ടണി ചെയ്യലോ പ്രിലിമിനറി ഇൻ്റർവ്യൂയോ അതുപോലെ തന്നെ ടെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, നേരിട്ടിട്ട് പോവുക, വരിക. ഇതാണ് എന്ത് വാക്ക് ഇൻ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം അല്ലേ, ക്യാമ്പസ് നമ്മുടെ കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നതാണ്. ഓക്കെ, ഇതൊക്കെ നമുക്കറിയുന്ന കാര്യം തന്നെയാണ്. പിന്നെ എക്സിറ്റ് ഇൻ്റർവ്യൂ ആണ് ഒന്ന്. എക്സിറ്റ് ഇൻ്റർവ്യൂ എന്തായിരിക്കും? എക്സിറ്റ് നിങ്ങൾ പുറത്ത് പോകുമ്പോൾ നടത്തുന്ന ഇൻ്റർവ്യൂ. എങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്നത്? നമ്മുടെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ കമ്പനിയിൽ നിന്ന് പുറത്ത് പോവുകയാണ്, അവർ ലീവ് ചെയ്യുകയാണ്, നമ്മുടെ റിസൈൻ ചെയ്തിട്ട് പോവുകയാണെന്ന് വിചാരിക്കാം. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻ്റർവ്യൂ നടത്തും. എന്തിനാണെന്ന് വെച്ചാൽ ദ ഫീലിങ്സ് ഓഫ് ഔട്ട് ഗോയിങ് എംപ്ലോയി റിഗാർഡിങ് ജോബ് ആൻഡ് ഇറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതായത് ഇപ്പം നമ്മളെ കമ്പനിയിൽ നിന്ന് പോവുകയാണ്, ചിലപ്പോൾ ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടും പോവുക, വേറെ ഏതെങ്കിലും പ്രശ്നം കൊണ്ടാവാം. അപ്പോൾ നമ്മൾ അവർ ഇൻ്റർവ്യൂ ചെയ്യും, എന്തുകൊണ്ടാണ് അവർ പോകുന്നുള്ള കാര്യം, ഓക്കെ, അവരുടെ ഫീലിങ്സ് എന്താണെന്നുള്ള കാര്യം. അപ്പം നമ്മുടെ കമ്പനിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എല്ലാ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ എക്സിറ്റ്, കമ്പനിയിൽ നിന്ന് ലീവ് ചെയ്യുന്ന സമയത്ത് നടത്തുന്ന ഇൻ്റർവ്യൂ ആണ് എന്ത്, എക്സിറ്റ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
ഇതൊന്നും എല്ലാവരും നടത്തില്ല, പക്ഷേ വലിയ വലിയ കമ്പനീസിലൊക്കെ എന്ത് ചെയ്യും, നിങ്ങൾ റിസൈൻ ചെയ്ത് പോകുമ്പോഴും നിങ്ങളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. ഇൻ്റർവ്യൂവിൻ്റെ സ്റ്റെപ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യുന്നതാണ് സിമ്പിളാണ്. 3 പ്രോസസ്സാണ് നമ്മൾ മെയിൻലി പറയുന്നത്. ഒന്ന് പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ, നമ്മൾ ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്ത് വെക്കുക, അതായത് പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മൾ പറഞ്ഞു പ്ലാൻഡ് ഇൻ്റർവ്യൂ പലതും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മുൻകൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്ത് വെക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്ത് വെക്കുകയാണ്. അതായത് എന്തിനാണ് നമ്മൾ ഇൻ്റർവ്യൂ നടത്തുന്നത്, ഏത് പൊസിഷനിലേക്കുള്ള എംപ്ലോയിയാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സെലക്ടിങ് റൈറ്റ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂ, ഏത് ടൈപ്പ് ഇൻ്റർവ്യൂ നമ്മൾ നടത്തണം. നമ്മൾ കുറേ ഇൻ്റർവ്യൂ പറഞ്ഞല്ലേ, നമ്മളൊരു 10-15 ഇൻ്റർവ്യൂ പറഞ്ഞാൽ ഏത് ഇൻ്റർവ്യൂ ആണ് നമ്മൾ നടത്താൻ മുൻകൂട്ടി തീരുമാനിക്കണം. അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ ടു ബി ഒബ്റ്റൈൻഡ് ഫ്രം കാൻഡിഡേറ്റ്സ്, ഏതൊക്കെ ഇൻഫർമേഷൻ നമ്മൾ കളക്ട് ചെയ്യണം ഈ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത്. സെലക്ഷൻ ഓഫ് കറക്റ്റ് ഇൻ്റർവ്യൂവർ, നമ്മൾ ആരൊക്കെയാണ് നമ്മൾ ഇൻ്റർവ്യൂവറായിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. നമ്മുടെ മാനേജറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എക്സ്പേർട്സും ഒക്കെ വേണം അല്ലേ, നമ്മൾ പുറത്തുനിന്ന് ചിലപ്പോൾ എക്സ്പേർട്സിനെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇൻ്റർവ്യൂവറായിട്ട് അപ്പോയിൻ്റ് ചെയ്യേണ്ടത്. സെലക്ട് കാൻഡിഡേറ്റ്സ് ഫോർ ഇൻ്റർവ്യൂ, ആരൊക്കെ നമ്മൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യണം. ഓക്കെ, അതുപോലെ അസസ്മെൻറ്റ് ഫോംസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി തീരുമാനിക്കും. ആ ഒരു ഇൻ്റർവ്യൂ നടത്തുന്ന മുമ്പേ ഇൻ്റർവ്യൂവിൻ്റെ ഫുൾ കാര്യങ്ങൾ നമ്മൾ പ്ലാൻഡ് ആയിട്ട് ഇരിക്കണം. ഈ ഒരു സ്റ്റേജാണ് പ്രിപ്പറേഷൻ ഓഫ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തത് സെറ്റിങ്സ് ആണ്. എന്താണ് സെറ്റിങ്സ് ആണ്, നമ്മൾ എന്താണ് സെറ്റ് ചെയ്യാണ്. നമ്മൾ സ്ഥലം നമ്മൾ പറയും, ടൈം നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ഇൻ്റർവ്യൂ റൂം അറേഞ്ച് ചെയ്യണം. നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക ഒരു എന്താണ് പർട്ടിക്കുലർ റൂമിലാണ് അല്ലേ. അപ്പോൾ ആ റൂം കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. അവിടെ എന്താണ് ഫർണിഷ്ഡ് ആയിരിക്കണം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഇരിക്കാനുള്ള സൗകര്യം വേണം. അതുപോലെ തന്നെ ബോർഡ് ഓഫ് പാനൽസിന് ഇരിക്കാനുള്ള സൗകര്യം വേണം അല്ലേ. അത് റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം. അതുപോലെ തന്നെ ലൈറ്റിംഗ് കൃത്യമായിട്ടായിരിക്കണം അല്ലേ. അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂം നമ്മൾ കൃത്യമായിട്ട് വെയിറ്റിംഗ് റൂം ഉണ്ടാവും. വെയിറ്റിംഗ് റൂം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അതുപോലെ തന്നെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ്, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് ഒക്കെ നമ്മൾ വെയിറ്റിംഗ് റൂമിൽ പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, കൃത്യസമയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ മുൻകൂട്ടി സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. മൂന്നാമത്തത് കണ്ടക്ട് ഇൻ്റർവ്യൂ ആണ്. നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യണം. ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ചെയ്യണം, നമ്മൾ ആദ്യം നമ്മൾ കാൻഡിഡേറ്റ്സിനെ എന്ത് ചെയ്യണം, നല്ല ഫ്രണ്ട്ലി റിലേഷൻഷിപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതായത് നമ്മൾ വന്നു കഴിഞ്ഞ് നേരെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെ വെറുപ്പിക്കില്ല ചെയ്യേണ്ടത്. എന്താ ചെയ്യേണ്ടത്, ആദ്യം നമ്മൾ അവരെ നല്ല റിലേഷൻഷിപ്പും മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അവരോട് ചിരിക്കുക, അവരുടെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് അവരോട് ഒരു ഫ്രഷ്നെസ് രീതിയിൽ നമ്മൾ സംസാരിക്കുക. അവിടെ ഇരിക്കാൻ വേണ്ടി അവരോട് പറയുക. എന്താണ്, ഇൻ്റർവ്യൂവർ മസ്റ്റ് ഗിവ് ഇംപ്രഷൻ ദാറ്റ് ദർ ഈസ് സഫിഷ്യൻറ്റ് ടൈം ഫോർ ഡിസ്കഷൻ. അതായത് നല്ലൊരു അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ കൃത്യമായിട്ടുള്ള റിയാക്ഷൻ കിട്ടും. ഇറ്റ് വിൽ എനബിൾ കാൻഡിഡേറ്റ് ഫോർ റിവീൽ ട്രൂ ആൻഡ് ഫെയർ ഫാക്ട്. നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ അവരായിട്ട് നമ്മുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. അതുപോലെ തന്നെ അവരോടുള്ള സിമ്പതി നമ്മൾ അവർക്ക് അവരുടെ ഓരോ ആപ്റ്റിറ്റ്യൂഡൊക്കെ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ എന്ത് ചെയ്യുക, അനലൈസ് ചെയ്യുക. നമ്മളത് പിന്നെ അവസാനം നമ്മൾ ഇൻ്റർവ്യൂ ക്ലോസ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ഇൻ്റർവ്യൂ ചെയ്ത പേഴ്സണെ കുറിച്ച്, കാൻഡിഡേറ്റിനെ കുറിച്ച് നമ്മൾ കൃത്യമായിട്ട് അസസ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, കണ്ടക്ട് ഇൻ്റർവ്യൂവിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമ്മളെ ഇൻ്റർവ്യൂ പ്രോസസ്സ് കൈയാണ്. അതിൽ ലാസ്റ്റ് നമുക്കൊന്ന് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഡീമെറിറ്റ്സ് ആണ്. ഈ ഇൻ്റർവ്യൂ നടത്തുന്ന സമയത്ത് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇൻ്റർവ്യൂക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അല്ലേ. നമ്മളൊക്കെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇൻ്റർവ്യൂ കിട്ടണമെന്നില്ല. നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ നിരാശ അനുഭവിക്കുന്നൊരു സ്റ്റേജാണ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ആകെ കുറച്ച് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ആൾക്ക് കിട്ടുള്ളൂ. ചിലപ്പോൾ ബെസ്റ്റ് ആൾക്ക് തന്നെ കിട്ടണമെന്നില്ല അല്ലേ. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യപ്രകാരം മാറിപ്പോയേക്കാം. അപ്പോൾ ഇൻ്റർവ്യൂവിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത് പേഴ്സണൽ ബയാസ് ആണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊക്കെ പറയും, ഇരിക്കുന്ന അയാൾ കുറേ അങ്ങനെ ചോദിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ സെലക്ട് ചെയ്യുക. പേഴ്സണൽ ജഡ്ജ്മെൻ്റ് ഉണ്ട്, അവരുടെ പേഴ്സണൽ ജഡ്ജ്മെൻറ്റ്. അത് നമ്മുടെ സെലക്ഷനിൽ വളരെയധികം എഫക്റ്റ് ചെയ്യും. നമുക്ക് ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവിടെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിരിക്കുന്ന ആളുടെ പേഴ്സണൽ ഡീറ്റെയിൽ, അവരുടെ ജഡ്ജ്മെൻറ്റ് നമ്മുടെ എഫക്റ്റ് ചെയ്യും നല്ലോണം. ഓക്കെ, അവർക്ക് താല്പര്യം തോന്നുന്നു, അവർക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നവരെ മാത്രമേ അവരെന്തെങ്കിലും സെലക്ട് ചെയ്യുള്ളൂ. പിന്നെ ഹാലോ എഫക്റ്റ് അടുത്തൊരു ലിമിറ്റേഷനാണ്. ശ്രദ്ധിക്കുക, 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് certain interviewer have tendency to judge the total worth of a person on the basis of 1 or more 2 specific characters. അതായത് നമ്മൾ മൊത്തം അനലൈസ് ചെയ്ത 1-2 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവരെന്ത് ചെയ്യണം, തെറ്റിദ്ധരിക്കുകയാണ്. അതായത് നല്ലവനായിട്ട് ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ നല്ലവനായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കുമ്പോൾ നമ്മൾ എല്ലാ രീതിയിലും ഓക്കെയാണ് നമ്മൾ പറഞ്ഞു പോകും. പക്ഷേ അത് തെറ്റായിരിക്കാം മേ ബി അല്ലേ. സംടൈംസ് ഇൻ്റർവ്യൂ ഈസ് സാറ്റിസ്ഫൈഡ് വിത്ത് 1 or more 2 questions and get impression that candidate is good in all respect. ചിലപ്പോൾ 1-2 ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും അവർ ഉത്തരം പറയുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക ഇയാൾ അടിപൊളിയാണ്, ഇയാൾ നല്ല നോളജുള്ള ആളാണ്, നമ്മൾ തെറ്റിയിരിക്കും. എല്ലാ കാര്യത്തിലും അവർ പെർഫെക്റ്റ് ആണെന്ന് വിചാരിക്കും.
പക്ഷേ അതൊരു തെറ്റായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റാണ് അല്ലേ. അതാണ് ഹേലോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് 1-2 കാര്യങ്ങൾ കൊണ്ട് നമ്മൾ അവരെ നന്നായിട്ട് എന്ന് വിചാരിച്ചു പോകും. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ 1-2 ക്വസ്റ്റ്യനൊക്കെ ചോദിച്ച് ഉത്തരമൊക്കെ പറഞ്ഞ് ഒരാളാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സ് നമ്മൾ വിചാരിക്കും നല്ല കുട്ടിയാണ്, പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിക്കും. പക്ഷേ നമ്മളെ ഈ പ്രതീക്ഷയൊക്കെ തെറ്റിക്കുക എക്സാം നടത്തുന്ന സമയത്തേക്കും. അപ്പം നമ്മൾ മുൻകൂട്ടി നമ്മളൊരു മുൻധാരണ പറഞ്ഞ് നമ്മൾ അനലൈസ് ചെയ്ത് പറയണം അയാൾ പെർഫെക്റ്റ് ആണ്. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളെ ഇൻ്റർവ്യൂവിനെ എഫക്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ ഇനബിലിറ്റി ടു ജഡ്ജ്, നമ്മൾ ജഡ്ജിങ് എബിലിറ്റി, അവരുടെ ഇൻ്റർവ്യൂവറുടെ അതായത് അവർക്ക് കൃത്യമായിട്ട് നമ്മുടെ കാൻഡിഡേറ്റ്സിൻ്റെ സ്കില്ലും എബിലിറ്റിയൊക്കെ ചിലപ്പം കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റാതെ വരും. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല, അത് എഫക്റ്റ് ചെയ്യും. എക്സ്പെക്റ്റേഷൻ ഓഫ് സെയിം ക്വാളിഫിക്കേഷൻ, മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് വലിയ വലിയ എക്സ്പേർട്സ് ആയിരിക്കും നമ്മുടെ മുമ്പിൽ വന്നിരിക്കുക. പക്ഷേ എക്സ്പേർട്സിൻ്റെ വിചാരം എന്ന് പറയുന്നതായിരിക്കും അവരുടെ അതേ നോളജ് നമുക്ക് വേണമെന്ന് അവർ വിചാരിക്കും. ഇൻ്റർവ്യൂവർ എക്സ്പെക്ട് ഹിസ് ഓൺ നോളജ്, ക്വാളിഫിക്കേഷൻ, സ്കിൽ, വാല്യൂസ് ഇൻ കാൻഡിഡേറ്റ്. അതായത് നമുക്ക് വന്നിട്ടുള്ള നോളജും ക്വാളിഫിക്കേഷനൊക്കെ സ്കില്ലൊക്കെ അവർക്ക് വേണം നമ്മൾ വാശി പിടിച്ച് കഴിഞ്ഞാൽ നമുക്കൊരിക്കലും നല്ലൊരു എംപ്ലോയിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. ലീനിയൻസി എന്ന് പറയുന്നത് സെർട്ടൺ ഇൻ്റർവ്യൂ ഹാസ് ടെൻഡൻസി ടു ഗിവ് ഹൈ സ്കോർ ആൻഡ് വൈസ് വേഴ്സ. അതായത് ഒരു ഏവറേജ് പെർഫോം ചെയ്ത ആൾക്ക് ചിലപ്പോൾ നല്ല മാർക്ക് കൊടുക്കുന്നു വരാം, നല്ല പെർഫോം ചെയ്ത ആൾക്ക് മാർക്ക് കുറഞ്ഞു വരാം അല്ലേ. അങ്ങനെ ടെൻഡൻസി ഉണ്ടാവും, ഹൈ മാർക്ക് കൊടുക്കാനുള്ള ടെൻഡൻസി വന്നു പോകും. അതാണ് ലീനിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എറർ ഇൻ റേറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എറർ സംഭവിക്കാം. ഓക്കെ, അവർക്ക് മാർക്കുന്ന സമയത്ത് ചിലപ്പോൾ സംഭവിക്കും. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ ഇൻ്റർവ്യൂവിൽ വരുന്ന ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ 5 സ്റ്റെപ്പുകളാണ് നമ്മളിന്ന് പഠിച്ചിരിക്കുന്നത്. ബാക്കി സ്റ്റെപ്പുകൾ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ.